വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ചായയുടെ കൂടെ മാത്രമല്ല, അല്ലാതെ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറച്ചിരിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോലെ. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പീനട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് പീനട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. ഇതിങ്ങനെ ചെറിയ ചൂടോട് കൂടിയിട്ട് നമ്മുടെ കൈയുടെ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്താൽ മതി. നല്ലതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ പോയി കിട്ടുന്നതായിരിക്കും. കണ്ടല്ലോ, ഇതുപോലെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ കണ്ടല്ലോ, തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കടകളിൽ നിന്നൊക്കെ തൊലി കളഞ്ഞിട്ടുള്ള നിലക്കടല കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതല്ല, തൊലി ഇങ്ങനെ കളയുന്നതാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തൊലി കളഞ്ഞാൽ മതി. പെട്ടെന്ന് തന്നെ തൊലി റിമൂവ് ആക്കി എടുക്കാം. അതിനുശേഷം ഒരു പാനിലോട്ട് 3/4 കപ്പ് ജാഗറി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് കണ്ടല്ലോ, നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഒറ്റനൂൽ പരുവാകുന്നത് വരെ നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ വറ്റിയിട്ട് ഒറ്റനൂൽ പരുവായി കിട്ടിയിട്ടുണ്ട്. ഇത് പാകത്തിനായോ എന്നറിയാനായിട്ട് ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ചിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ നുള്ളിയെടുക്കാൻ പറ്റണം. ഇങ്ങനെ നുള്ളിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പാകമായി എന്നാണ് അർത്ഥം. ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നിലക്കടല ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതൊരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ടോ മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പറിലോട്ടാണ് മാറ്റി കൊടുത്തിട്ടുള്ളത്. എല്ലാം ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇതിപ്പോൾ എല്ലാം ജസ്റ്റ് ചൂടായത് കൊണ്ട് തന്നെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയി കിട്ടും. എന്നിട്ട് ഒന്ന് തണുത്ത് വരുമ്പം ഇത് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. മീൻസ് എല്ലാം സെപ്പറേറ്റ് ആയി കിട്ടും. ഒന്നും കട്ട പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. കണ്ടല്ലോ, എല്ലാം സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിങ്ങനെ പെറുക്കി അങ്ങനെ തിന്ന് കുറച്ചുകൊണ്ടിരിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. കുട്ടികൾക്ക് ഇതങ്ങനെ കൊടുത്താൽ മതി. ഹെൽത്തിയാണ്. അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. ഒരു ഗ്ലാസ് ചായയുടെ കൂടിയൊക്കെ ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. സിമ്പിളായിട്ട് റെസിപ്പി അല്ലേ? എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിലക്കടലൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കപ്പലണ്ടി മിഠായിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. നിലക്കടല റോസ്റ്റൊക്കെ ചെയ്യാറുണ്ട്. ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിലക്കടല റോസ്റ്റ് ചെയ്തത്, സ്പൈസി റോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കാണുന്നവർക്ക് ഷോർട്ട് വീഡിയോ കണ്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.